ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. വിശദമായിട്ട് സംസാരിക്കാം. ആദ്യം കേൾക്കൂ. എന്റെ കൂട്ടുകാരന്മാരെ ഇതല്ല നീ വിഷയത്തിന് തെറ്റുന്നാക്കില്ലേ. നീ എന്താ എന്റെ കൂട്ടുകാരെ പറയണ്ടാലും നീ എപ്പോഴാണ് നീ ഇങ്ങനായത്? ഇപ്പൊ കൂട്ടുകാരെ പറയല്, വാപ്പാനെ പറയല്, ഇതൊക്കെയാണോ അഖിലെ? വിഷയത്തിലേക്ക് ആകില്ലേ? നീ തെളിയിക്ക്. ഞാൻ പൈസ വാങ്ങണം, നീ തെളിയിക്കണം. നീ പൈസ വാങ്ങിന്ന് വീണ്ടും പച്ച കള്ളൻ പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. നീ വിളിയടാ, നീയല്ലേ കളി. ഇത് കഴിഞ്ഞ ദിവസം അഖിൽമാരാരും ഈ തൊപ്പിയും ഒക്കെ നടത്തിയിട്ടുള്ളൊരു അഖിൽമാരാരെ വിളിച്ചുകൊണ്ട് ലൈവിൽ സംസാരിച്ചൊരു കാര്യമാണ്. ഞാൻ വളരെ മിതമായ വാക്കിൽ പറയട്ടെ. ഈ സീസൺ കടന്നു പോകുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ചിട്ട് അനുമോൾ കപ്പ് തൂക്കി എന്നുള്ള രീതിയിലേക്കാണ്. കഴിഞ്ഞ ദിവസം ലൈവിൻ്റെ അകത്ത് തന്നെ ഈ തൊപ്പിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അഖിൽമാരാർ സപ്പോർട്ട് ചെയ്ത അനുമോളാണോ, ഞാൻ സപ്പോർട്ട് ചെയ്ത അനീഷാണോ ജയിക്കുന്നത്, നമുക്ക് കാണാവിടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ആക്രോശം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അതിവൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചതാണ്. എൻ്റെ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ ആരുടെ ഫാനും ആയിക്കോട്ടെ, ഇന്നലകളിൽ നിങ്ങൾ മറ്റാരുടെയും ഫാനായിരുന്നു, ഇന്ന് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാനായിരിക്കും. നിങ്ങളിത് തലയിൽ നിന്നും ഇന്ന് ഈ ഒരു ദിവസം ഇത് കപ്പാലും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ തലച്ചോറിൽ നിന്നും എടുത്ത് കളയാൻ കഴിയണം. ഇതല്ലെങ്കിൽ നിങ്ങളുടെ തലച്ചോറിന് അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു ഗുണവുമില്ലാത്ത, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനകത്ത് യാതൊരു തരത്തിലും ഒന്നുകൊണ്ട് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു കാര്യമായിട്ട് വെറുതെ മെൻ്റൽ സ്ട്രെസ്സിലേക്ക് പോകും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം തൊപ്പിക്കെന്നല്ല, ഇവിടെ ഇന്ന് മലയാളത്തിനകത്തുള്ള ഇപ്പം ഈ സാക്ഷാൽ മോഹൻലാൽ പറഞ്ഞിട്ട് ഇന്ന വ്യക്തിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോലും ഈ കാണുന്ന പ്രേക്ഷകരാരും അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് മാറ്റി കുത്താനോ നിൽക്കത്തില്ല. ചിലപ്പോൾ അതുവരെ സ്ലീപ്പർ സെല്ലായിട്ട് കിടന്നവരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൾക്കാരൊക്കെ വന്നിട്ട് ചിലപ്പോൾ വോട്ട് ചെയ്തേക്കാം. അപ്പം അതുകൊണ്ട് ഈ നമ്മുടെ തൊപ്പിയെ വില കുറച്ചത് ഞാൻ പറയുന്നൊന്നുമല്ല. തൊപ്പിക്ക് ഒരുപാട് വലിയ ഫാൻസ് ഉണ്ട്. സ്ട്രീമിംഗ് ഗെയിമിംഗ് മേഖലയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് കോൺട്രവേഴ്സി അദ്ദേഹമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനോട് എനിക്ക് പല കാര്യങ്ങളും വിമർശനം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് വന്നു. ജിൻഡോയ്ക്ക് അപ്പുറം മറ്റൊരാൾ കപ്പ് കിട്ടത്തില്ല എന്നുള്ളൊരു ഉറപ്പിച്ചതിന് ശേഷമാണ് പുള്ളി വരുന്നത്, പുള്ളിയുടെ എൻട്രി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം അനീഷിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വോട്ടിന് വേണ്ടിയിട്ട് വന്നു. ലാസ്റ്റ് ടൈമാണ്, കഴിഞ്ഞ ദിവസമാണ്. അതേസമയത്ത് ഈ അനീഷിന് പകരം മറ്റൊരു ഇപ്പോൾ അക്ബറിനോ അല്ലെങ്കിൽ മറ്റ് നെവിൻ, അക്ബർ, മറ്റുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് കാണുമെന്ന് വെച്ചാൽ ഇല്ല. നിലവിൽ എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ്, രണ്ടുപേരേ ഉള്ളൂ കപ്പടിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ രണ്ടുപേരിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് കപ്പ് നേടുക, അതിന് വളരെ എളുപ്പമായിട്ടൊരു എൻട്രി എന്നുള്ളൊരു കാര്യം. ഇനി അഥവാ അതിലൂടെ എങ്ങാനും അനീഷിന് കപ്പ് കിട്ടിയിട്ടുണ്ടാകുന്നുള്ളൊരു അവസ്ഥയും കൂടെ ആലോചിച്ച് നോക്കണം. അത് എന്ത് തരത്തിലുള്ള കപ്പായിരിക്കും? സ്വാഭാവികമായിട്ട് ആൾക്കാർ ചിന്തിക്കും, ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അനീഷിനാണോ അല്ലെങ്കിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾക്കാണോ എന്നുള്ളത്. അപ്പം താൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം അനീഷ് ജയിച്ചു എന്നുള്ളൊരു കാര്യം ദൗർഭാഗ്യകരമായിട്ട് ചിലപ്പോൾ അനീഷിനെ അത് വേട്ടയടിയേക്കാം. അതുകൊണ്ട് ഒരു കണക്കിന് ഇപ്പം ഓക്കെ, ഇതിൻ്റെ ഫിനാലയുടെ റിസൾട്ട് വന്നിട്ടില്ല, പുറത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം അഖിൽമാരാരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിക്ക് പുള്ളിക്കാരൻ രാത്രി 10 മണിക്ക് ലൈവിൽ വരാം, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് പറഞ്ഞിട്ട് പുള്ളി ഇട്ടേക്കുന്ന ഫോട്ടോ ആണ്. ഇതാണ് നമ്മുടെ തൊപ്പിയുടെ തലയുടെ അപ്പിട്ട് വെച്ചേക്കുന്ന പോലത്തെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം എന്നിട്ട് ഞാൻ പറയട്ടെ, മുൻകാല സീസണുകളിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള മൂപ്പൻ എന്ന് പറഞ്ഞ് ഞാൻ പല സമയങ്ങളിൽ പല കണ്ടസ്റ്റൻസിനും അവരുടെ ഗെയിമിനോടൊക്കെ എനിക്കും താല്പര്യം തോന്നിയിട്ട് സപ്പോർട്ട് ചെയ്ത് അവസാന നിമിഷം വളരെയധികം ആക്രോശിച്ചുകൊണ്ടും അവർ വിന്നറാകുന്ന സമയത്ത് 2 കൈയും പൊക്കി ഭയങ്കരമായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ ചാടി വീണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് സംസാരിച്ച ആളായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാനത് വളരെയധികം ഈ ഒരു കാര്യത്തിൽ പരുവപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ മനസ്സിലായതുകൊണ്ടാണ്, ആ ഒരു ബോധ്യം കൊണ്ടാണ്. ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോയാണ്. അതിനകത്ത് വിജയ പരാജയങ്ങൾ എന്നുള്ള സംഭവം നമ്മുടെ ജീവിതത്തിൻ്റെ അത് നടക്കുന്നത് പോലെ ആർക്കെങ്കിലുമൊക്കെ വിജയിച്ചേക്കാം, മറ്റൊരാൾ തോറ്റേക്കാം. അങ്ങനെ ഒരു സംഭവത്തിനപ്പുറത്തേക്ക് എന്നെ ഇത് കീഴ്പ്പെടുത്താൻ ഞാൻ അനുവദിക്കുന്നില്ല. കാരണം ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ എന്നെ തിന്നാൻ, ബിഗ് ബോസിൻ്റെ ഷോ അതൊരിക്കലും എന്നെ ആ ലൂപ്പിലേക്ക് വലിച്ചിടരുതെന്ന് ഞാൻ പരിശ്രമിച്ചുകൊണ്ട് ഞാൻ എന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ആ ഒരു ഷീൽഡ് വെച്ചിട്ട് ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് അതിന് കഴിയണം. അല്ലാതെ ഇപ്പം കമൻറ്റ് ബോക്സുകളിലാണെങ്കിൽ പോലും നമ്മൾ പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ അനീഷിൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഈ അനുമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മറ്റ് നെവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അക്ബറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ആക്രോശം, അടിപിടി ആവശ്യമില്ലാത്തൊരു കാര്യമാണ്.
നമ്മുടെ ഡേ ടു ഡേ ലൈഫിനകത്ത് ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു സംഭവം നിലനിർത്തുമ്പോഴാണ് അടുത്ത സീസൺ വരുന്ന സമയത്ത് വീണ്ടും ഇതേ സീസണുകൾ കയറി കത്തുന്നത്. കാരണം മറ്റെങ്ങും കാണാത്ത രീതിയിലുള്ള ഫാൻ ഫൈറ്റ് നടക്കുന്നൊരു നാടായിട്ട് എല്ലാത്തിനും നമ്പർ 1 ആയിട്ടുള്ള നമ്മുടെ മലയാള നാട് കേരളം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയുടേതുമായിട്ട്. ബിഗ് ബോസ് ഷോ നിങ്ങൾ കാണുക, സീരിയലുകൾ കാണുന്നു, അതുപോലെ തന്നെ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് ഷോ കാണുന്നു, അതോടൊപ്പം അതുപോലെ കണ്ട് കളയുക എന്നതിനപ്പുറം ഒരിക്കലും നിങ്ങളെ ഇത് ബാധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിലധികം അമിത വൈകാരിക പ്രകടനത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നിപ്പം ഇത് കപ്പടിച്ചതിന് ശേഷം ഇപ്പം ഇനിയൊരു കാര്യം കൂടെ ഞാൻ പറയുമ്പോൾ എല്ലാം പറഞ്ഞു പോകണം. ഞാൻ കഴിഞ്ഞ വീഡിയോസിനകത്ത് എല്ലാം പറഞ്ഞു, ഈ സീസണിൻ്റെ കപ്പടിക്കുന്നത് ഏറ്റവും മോശമായ ഒരു സീസൺ കടന്നു പോകുമ്പോൾ അതിൻ്റെ കപ്പടിക്കുന്ന ആൾ തീർച്ചയായിട്ടും പഴി കേൾക്കേണ്ടി വരും. അതൊരു ബാധ്യതയാവും ആ കപ്പ്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഞാനത് ആവർത്തിക്കുന്നു. അനുമോളാണ് ഈ സീസണിൻ്റെ കപ്പ് ഉയർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ കപ്പിലേക്ക് എത്തിച്ച ഘടകം അനുമോളുടെ ഗെയിം അല്ല. 100%. ഒരിക്കലും അനുമോൾക്ക് ഗെയിമില്ല. അനുമോളുടെ ഗെയിം എന്തായിരുന്നു? അനുമോൾക്കൊരു ഗെയിമൊന്നും ഉണ്ടായിരുന്നു. അനുമോളുടെ ആകപ്പാടോടെ സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം കയറിയിട്ടുള്ള അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുത്തത് ശൈത്യയ്ക്ക് നല്ല പങ്കുണ്ട്, RJ ബിൻസിക്ക് നല്ല പങ്കുണ്ട്, നെവിന് പങ്കുണ്ട്, അതുപോലെ തന്നെ മറ്റേ പല ആൾക്കാർക്കും, അപ്പാന് ശരത്ത് മുൻപേ ചെയ്തു. അപ്പം പല ആൾക്കാരുടെയും സംഭവം എന്ന് വെച്ചാൽ ഇവരാരെയും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അവരെല്ലാവരും നിന്ന് ചെയ്തതെല്ലാം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്താണ്. പുറത്തിറങ്ങുമ്പോൾ ആ മനുഷ്യരെല്ലാം പുതിയ ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വെച്ചിട്ട് ഇവരെല്ലാവരും അവരോട് കാണിച്ചു എന്ന് തോന്നുന്ന സാധാരണ ഭൂരിപക്ഷ പ്രേക്ഷകരുടെ മനസ്സിനെ എപ്പോഴും, കാരണം ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ അകത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ എല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്യുകയാണെങ്കിൽ അവിടെ എല്ലാവരാലും അവർ ആക്രമിക്കപ്പെടുകയോ വേട്ടയാടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ പുറത്തുള്ള ജനസമൂഹം മൊത്തം അവർക്കൊപ്പം നിൽക്കും. അതാണ് ബിഗ് ബോസിൻ്റെ ഒരു പാറ്റേൺ. അത് ഈ സീസണിൻ്റെ വിഭിന്നമല്ലാത്ത രീതിയിൽ ഈ സീസണിൻ്റെ അകത്തും അങ്ങനെ തന്നെ സംഭവിച്ചു. അവസാനം ആദില എന്ന് പറയുന്ന വിഷയം വന്നു, അതോടൊപ്പം തന്നെ ശൈത്യയുടെ ഇഷ്യൂ വന്നു, RJ ബിൻസി അപ്പാന് ശരത്തിൻ്റെ ഇഷ്യൂ വന്നു. ഇങ്ങനെതെല്ലാം കൂടെ കയറി വന്ന സമയത്ത് എല്ലാവരും കൂടെ ആ സ്ത്രീയെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നു, അവർ ചെയ്യാത്ത കാര്യങ്ങളിൽ അവരിങ്ങനെ പഴി കേൾപ്പിക്കുന്നു എന്നുള്ള ഒരു തരംഗമുണ്ടാക്കി. ആ ഒരു എലമെൻ്റാണ് വർക്ക് ചെയ്ത് അവർ ഈ ലാസ്റ്റ് ടൈം കൊണ്ട് കപ്പ് നേടിക്കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്നാലും ഈ സീസണിൻ്റെ മെജോറിറ്റി കോണ്ടന്റ് പുറത്തേക്ക് വന്നിരിക്കുന്നത് റിലേറ്റഡ് ടു അനുമോളാണ്. അത് നമ്മൾ സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സീസണിൻ്റെ കോണ്ടന്റുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നതും അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. മറ്റ് പല കണ്ടസ്റ്റൻസിനും ഇല്ലാത്ത ഒന്നാമത് അനുമോൾ ഒരു സെലിബ്രിറ്റിയാണ്. ഓൾറെഡി ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇപ്പം ഈ സാക്ഷാൽ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലാലേട്ടൻ വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലും ഈ മലയാളികളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു കണ്ടസ്റ്റൻറ്റിനോടുള്ള താല്പര്യം കാരണം ആ താല്പര്യം മാത്രമേ വിജയിക്കുള്ളൂ. അല്ലാതെ ലാലേട്ടനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിഗ് ബോസിൻ്റെ എപ്പോഴും എല്ലാ കാലത്തും പറയും PR ഇൻഫ്ലുവൻസ്. ഇവിടെ PRനൊന്നും അത്ര ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിരന്തരം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം PRനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ ഇപ്പം മറ്റെല്ലാ കണ്ടസ്റ്റൻസിനും എങ്ങനെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവും? ഒരാളിലേക്ക് ഇതിൻ്റെ ഏതാണ്ട് എത്തണ്ടേ? ഇല്ലല്ലോ, അങ്ങനെയല്ലല്ലോ വരുന്നത്. അവസാന നിമിഷവും ഇതിൻ്റെ അകത്ത് നടന്ന മൊത്തം ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് കാരണമാണ്, ആ ഡ്രാമാറ്റിക് ഇവൻറ്റ്സ് കാരണമാണ് ഈ കപ്പിലേക്ക് ഒരാളെ എത്തിക്കുന്നത്. അതായിരിക്കാം ഇപ്പം അനുമോൾ എന്നുള്ള രീതിയിലേക്ക് എത്തുമ്പം ഇന്ന് രാത്രി 10 മണിക്ക് മാരാർ ലൈവിൽ വരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വെല്ലുവിളിയും ബഹളമൊക്കെ ആയിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിക്കൂ എന്നൊക്കെ പറയുന്നൊരു കാര്യം അതിനകത്ത് തൊപ്പി പറയുന്നു. ഇനിയിപ്പോൾ അതിനെന്ത് മറുപടി മാരാർ പറയുന്നു കാത്തിരിക്കേണ്ടതാണ്. ഞാൻ ഉറപ്പിച്ച് പറയാം, മാരാർ പറഞ്ഞ കാര്യം അത് എന്ന് വെച്ചാൽ ഇത് തൊപ്പിക്ക് അങ്ങനെ പറ്റത്തില്ല. ലാസ്റ്റ് ടൈം ഇപ്പം വിന്നറാവാൻ ഒരു തരത്തിൽ ഒരു ഇതില്ലാത്തൊരു വ്യക്തിയെ ഇതിനകത്തേക്ക് മറ്റേ ടോപ്പ് 5 എത്തിക്കുന്ന മറ്റ് പല കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ഒരാളെ എടുത്ത് വെച്ചിട്ട് ഇന്ന ആൾ വിജയിക്കുമെന്ന് പറയാൻ തൊപ്പിക്ക് പറ്റത്തില്ല. തൊപ്പിക്കെന്നല്ല ആർക്കും പറ്റത്തില്ല. അവിടെ കഴിവുകേടൊന്നുമല്ല, ആ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, നിലവിലുള്ള മൊത്തത്തിലുള്ള ഒരു സംവിധാനം മാത്രമേ സപ്പോർട്ട് അതിൽ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ ആ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭൂരിഭാഗം ആൾക്കാർ ചിലപ്പം ഇവിടെ ചെന്ന് വോട്ട് ചെയ്തേക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ്. അത് ഞാനിപ്പോഴും പറയുന്നു, അതിവൈകാരികമായിട്ടെടുക്കണ്ട, അമിതമായിട്ട് വൈകാരിക പ്രകടനങ്ങളിലോട്ട് പോയി നിങ്ങൾ ഈ ചുമ്മാ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കളയരുത്. ഇത് മാത്രം പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അല്ലാതെ കപ്പടിച്ച അനുമോളാണെങ്കിലും അതുപോലെ തന്നെ കപ്പടിച്ചത് അനീഷാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ആശംസകൾ. ടോപ്പ് 5 എത്തിയ എല്ലാ പ്രിയപ്പെട്ട ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനും ആശംസകൾ. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ നല്ല നല്ല സുഹൃത്തുക്കളായിട്ട് മാറട്ടെ എന്നുള്ള കാര്യം മാത്രമാണ്. അത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഈ സീസൺ തുടങ്ങുന്നത് ഈ സീസണിൻ്റെ അവസാനത്തിന് ശേഷമായിരിക്കും. അതായത് ഇന്ന് കപ്പടിച്ച ഒരാൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ ആ ഒരു വേദിയിൽ അഥവാ അനുമോളാണ് കപ്പടിക്കുന്നതെങ്കിൽ അവിടെ ആഘോഷങ്ങളുടെ ഇതൊക്കെ കുറയും. സ്വാഭാവികമായിട്ടും മറ്റ് പല ആൾക്കാർക്കും അതൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടൊന്നും പറ്റണമെന്ന് ഒരു കോളൊന്നുമില്ല.
അതുകൊണ്ട് തീർച്ചയായിട്ടും അത് അവിടെ മുതൽ വിവാദം തുടങ്ങും. നാളെ മുതൽ പല ഓൺലൈൻ മാധ്യമങ്ങളും പലരുടെ ഇൻ്റർവ്യൂസ് എടുത്തു തുടങ്ങും. അതിനുശേഷം ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല കഥകളും നാളെ മുതൽ പുറത്തേക്ക് വന്നെന്നിരാം. അതിനകത്ത് അനീഷിൻ്റെ കാര്യം വന്നേക്കാം, അനുമോളുടെ കാര്യം വന്നേക്കാം, മറ്റുള്ള പല കണ്ടസ്റ്റൻസിൻ്റെ കാര്യം വന്നേക്കാം, PR-ൻ്റെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ സംഭവങ്ങൾക്ക് മറുപടികൾ വന്നേക്കാം, സത്യവും തെളിയിക്കൽ പരിപാടികൾ നടന്നേക്കാം. അതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു കോൺട്രവേഴ്സി തുടങ്ങാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ഒരു സീസണിൻ്റെ കപ്പ് ചിലപ്പോൾ അനുമോൾക്ക് ഒരു ബാധ്യത ആയേക്കാം, ഉറപ്പാണത്, ഒരു സംശയമൊന്നും വേണ്ട. അതൊരുമാതിരി അതങ്ങനെയാണ്. അത് ഈ സീസണിൻ്റെ മൊത്തത്തിലൊരു ഓവറോൾ ഒരു ഞാൻ ഔട്ട്സൈഡ് നിന്ന് കണ്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പറയാം, ഇതൊരു ബാധ്യതയാവും, വൻ ബാധ്യതയാവാൻ സാധ്യതയുണ്ട്. കപ്പടിച്ചു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും നമുക്കറിയത്തില്ലല്ലോ, അത് 100% ഔദ്യോഗികമായിട്ട് പുറത്തു വരാൻ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇതാവട്ടെ. അല്ലാതെ നിങ്ങൾ ഓരോ സീസണിൻ്റെ അകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് വിജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്യും, അത് അങ്ങനെ തന്നെ കാണുക. അല്ലാതെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, ഞാനിപ്പോഴും പറയുന്നത് ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്നെ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് നിങ്ങൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് വിജയിക്കാൻ ശ്രമിച്ചിട്ട് പലയിടത്തും പരാജയപ്പെട്ടവരാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒരു പാർട്ട് ഓഫ് ദി ഗെയിം എന്നുള്ളത് ഗെയിം സ്പിരിറ്റിൽ മാത്രം കണ്ട് കളയുന്നതിനപ്പുറം നിങ്ങളെ ബാധിക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. ഇപ്പോഴും ഇതിനെക്കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്ന ആൾക്കാരെ കുറിച്ച് എന്ത് പറയാം? ഇതിൻ്റെ അകത്തൊക്കെ ഓരോരോ ഗ്രൂപ്പുകൾ മറ്റുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന PR-കൾ, നിങ്ങൾ പോലും അറിയാത്ത PR-കളാണ് നിങ്ങളെ പല ഗ്രൂപ്പുകളിനകത്ത് എത്തിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളും പല ടെലഗ്രാം ഗ്രൂപ്പുകളുടെ അകത്തൊക്കെ ഉണ്ടാവും. ഈ ഗ്രൂപ്പുകളുടെ അകത്തൊക്കെ നിങ്ങൾ എത്തിച്ച ഘടകം, അവിടെ ആരാണ് അവിടെ ഇതിനെ നിയന്ത്രിക്കുന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. അദൃശ്യമായിട്ട് നിങ്ങളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അതിനകത്ത് തന്നെ ആൾക്കാരുണ്ട്, അഥവാ PR-കളുണ്ട്. നിങ്ങൾക്ക് പോലും അറിയത്തില്ല അവർ PR ആണെന്നുള്ളത്. എനിക്കറിയാം പല PR-കളെയും. പല വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവരിങ്ങനെ ഓരോ വർഷം ആകുമ്പോഴേക്കും ആൾക്കാരെ കൂട്ടിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് നൈസായിട്ട് ഇവർ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യും. തുടക്കം മുതൽ ഇന്ന ആൾ കൊള്ളാമെന്നുള്ള രീതിയിലേക്ക് അതിനകത്തൊരു തരംഗം ഉണ്ടാക്കും. ആ തരംഗം നിങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, എങ്കിലും ഏറ്റവും കൂടുതൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതാ പറഞ്ഞേ, ഇതൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം വൈകാരികമായിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പാടാണ്. ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നിങ്ങൾ അടുത്ത സീസൺ മുതലെങ്കിലും കാണാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എവിടെയാണ് മാനിപ്പുലേറ്റ്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.